ശരി ഫൈസൽ, ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. യോഗം ജനറൽ സെക്രട്ടറിയുടെ അങ്ങനെ ഒരു അഭിപ്രായം ഇന്നലെ ഞാൻ ചാനലിൽ കൂടെ കേട്ടു. അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. NSSുമായി യോജിച്ച് പ്രവർത്തിക്കണം എന്ന് സഹകരിച്ചു പോകണമെന്ന് അദ്ദേഹവും SNDPയും ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചു കേട്ടത്. NSSും അതിന് താല്പര്യമുണ്ട്. NSS കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കും. NSSിൻ്റെ നേതൃത്വവുമായി ആലോചിച്ച് അതിനനുകൂലമായൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി എനിക്ക് അതിനകത്ത് ഈ ഐക്യം ആവശ്യമാണ് എന്ന്, സംഘടനാപരമായും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താണ് ഈ ഒരു കാലഘട്ടം, എന്താണ് ഒരു പ്രത്യേകതയെ കാണുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു ഐക്യം വേണമെന്നൊരു തോന്നുന്നു, സംഘടനാപരമായി അടക്കം തോന്നുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? രാഷ്ട്രീയ സാഹചര്യമാണോ? എന്താണ്? രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല. NSS ഐക്യത്തിന് പോകുന്നത് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം, അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിന് ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല. അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് ഹൈന്ദവ സംഘടനയിലെ പ്രബല സമുദായങ്ങളായ SNDPയും NSSും ഒരുമിക്കുന്നതിൽ എന്താ തെറ്റ്? മുമ്പ് സംവരണ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ കാലത്ത് അകന്നു നിന്നു. ഇന്നതൊരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ യോജിച്ചു പോകേണ്ടവരായി ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ചു. ഞങ്ങളും അത് ശരിവയ്ക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെയുള്ള തരത്തിൽ, അതായത് ഇത് പ്രധാനമായിട്ടും എല്ലാ മതവിഭാഗങ്ങളോടും ഒരേ സമീപനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരേ സമീപനത്തിലും, അതാണ് അടിസ്ഥാന മൂല്യങ്ങൾ പ്രധാനം. സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്നും ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നതിനും അതിനുവേണ്ടി ബാധിക്കുന്നതിനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് NSS അങ്ങനെ ഒരു ഐക്യം ആഗ്രഹിക്കുന്നത്. അല്ല, രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരത്തിൽ നിന്ന് തന്നെയാണ്, എല്ലാ സമുദായങ്ങളോടും സമദൂരത്തിൽ നിന്നാണ്. പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ എവിടെ നിന്നുണ്ടായാലും അതിനെ വിമർശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടതാണ് NSS ഇങ്ങനൊരു ഐക്യം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഐക്യം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് വേണമെന്നുള്ളതാണ് അഭിപ്രായം. NSS നേതൃത്വത്തിൻ്റെ തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഒന്നുമല്ല, സംവരണത്തിന്റെ പ്രശ്നമായിരുന്നു. ഏത് ഐക്യത്തിന്റെ? അല്ലല്ല, അത് ഒന്നുമല്ല, അവരൊന്നുമല്ല. അത് കാരണം എന്ന് വെച്ചാൽ ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന കൂട്ടർ അവരാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് പറയുന്നതാണ്. അതൊന്നുമല്ല, അത് സംവരണ വിഷയമായിരുന്നു അതിനുള്ള കാരണം. അത് ആലോചിക്കുന്നേ ഉള്ളൂ, ആലോചന ഇല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ഞങ്ങൾ തയ്യാറാണ് എന്ന്. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റു സമുദായങ്ങളെ യോജിപ്പിക്കുന്നത് അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് വരുമ്പോഴാണ് അത് ആലോചിക്കുന്നത്. അന്നേരം അതിനെപ്പറ്റി ഉള്ള അഭിപ്രായം NSS പറയാം. അല്ല, സംവരണത്തിനൊരു ഏതാണ്ട് ഒരു തീരുമാനം ആയി ഇരിക്കുകയാണല്ലോ.
അതുകൊണ്ട് ആ പ്രശ്നം തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെച്ചാണേലും ഐക്യം ആവശ്യമാണ്. സാറ് നേരത്തെ കൊടുത്തൊരു അഭിമുഖത്തിൽ ഈ കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ട് മതി എന്നുള്ള ചിന്തയുമായാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു പത്രത്തിന് നേരത്തെ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം ഇപ്പോഴുണ്ടോ? എന്താണ്? അല്ല, അവരത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ചെയ്തു? ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലേ വീണ്ടി. എന്തിനാ അങ്ങതേ പോയ? എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. അത് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഞങ്ങളിപ്പം NSS SNDP ഐക്യത്തെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ.